Hello dear students, welcome to a new online class. We are discussing the third chapter of plus one accountancy and the name of our chapter is recording of transaction and we are in the third session of the third chapter. നമ്മൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ പാഠത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വൗച്ചേഴ്സിൻ്റെ മീനിങ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പഠിക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ടുഡേ വി ആർ ഡിസ്കസിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഓർ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. An accounting equation signifies that the assets of a business are always equal to the total of liabilities and capital. എന്താണ്? Accounting equation states that the assets of a business are always equal to the total of liabilities and capital. എന്താണ് ഇത് പറയുന്നത്? ഏതൊരു സമയത്തും ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്, അതിൻ്റെ ആകെ അസറ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ലയബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻ സീസ് ദാറ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് മീൻസ് ഔട്ട്സൈഡേഴ്സ് ക്ലെയിം ആൻഡ് ക്യാപിറ്റൽ മീൻസ് ഓണേഴ്സ് ക്ലെയിം. ലയബിലിറ്റി, ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ക്ലെയിമാണ്. അതായത് ഒരു കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർക്ക്, ഒരു കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സിന്, ഒരു കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ കമ്പനിയുടെ മുകളിലുള്ള ക്ലെയിമിനെ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റീസ് എന്ന്. സോ ലയബിലിറ്റീസ് മീൻസ് ഔട്ട്സൈഡേഴ്സ് ക്ലെയിം ആൻഡ് ക്യാപിറ്റൽ മീൻസ് ഓണേഴ്സ് ക്ലെയിം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ. A business must be separated from its owner. This principle is known as accounting entity principle. അപ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഒരു കച്ചവടക്കാരൻ, സപ്പോസ് ഐ ആം എ ബിസിനസ് മാൻ, ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് 25,000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 25,000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് എൻ്റെ പണമല്ല, അത് ഞാൻ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടുള്ള ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണമാണ്. അപ്പോൾ ആ ബിസിനസ് എന്ത് ചെയ്യണം? എൻ്റെ ബിസിനസ്സാണ്, ഈവൻ ദോ ഇറ്റ്സ് മൈ ബിസിനസ്, എൻ്റെ ബിസിനസ് ആണെങ്കിൽ കൂടിയും എന്ത് ചെയ്യണം? ആ ബിസിനസ് യൂണിറ്റ് എനിക്ക് 25,000 രൂപ തരാനുണ്ട് എന്ന് കൺസിഡർ ചെയ്യണം എന്ന പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് എന്താ? ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതിന് ഈക്വൽ ആയിരിക്കും? അസറ്റ് വിൽ ബി ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റി മീൻസ് ഔട്ട്സൈഡേഴ്സ് ക്ലെയിം ആൻഡ് ക്യാപിറ്റൽ മീൻസ് ഓണേഴ്സ് ക്ലെയിം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. അക്കൗണ്ടിങ് ഇക്വേഷൻ സേസ് ദാറ്റ് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് എന്ന് പറയുന്നത് ക്ലെയിമാണ്. അത് രണ്ട് തരത്തിലാണുള്ളത്, ഓണേഴ്സ് ക്ലെയിമും ഔട്ട്സൈഡേഴ്സ് ക്ലെയിമും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ, ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ, നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, ഏതൊരു സമയത്തും ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. കൃത്യമായിട്ട് പഠിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് ഇതിൻ്റെ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ അസറ്റിൻ്റെയും ഇക്വിറ്റിയുടെ മീനിങ് ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. അസറ്റ് റെഫേഴ്സ് ടു ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ എ ബിസിനസ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ എ ബിസിനസ്. ഒരു കച്ചവട സ്ഥാപനം ഓൺ ചെയ്യുന്ന, ഓൺഡ് ബൈ, അതിൻ്റെ കൈവശാവകാശം അല്ലെങ്കിൽ കൈവശം വച്ചിരിക്കുന്ന
പ്രോപ്പർട്ടീസിനെ, സ്വത്ത് വകകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റ് എന്ന്. എക്സാമ്പിൾസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ലാൻഡ്, ബിൽഡിങ്, മെഷീൻ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ്, ക്യാഷ്, ഇതൊക്കെ അതിൻ്റെ അസറ്റാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇക്വിറ്റീസ് മീൻസ് ടോട്ടൽ ക്ലെയിംസ് എഗെയിൻസ്റ്റ് എ ബിസിനസ് ആർ കോൾഡ് ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്ലെയിംസ് എഗെയിൻസ്റ്റ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്തുള്ള, ആ ബിസിനസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടോട്ടൽ ക്ലെയിമുകളെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റീസ് എന്ന്. അപ്പോൾ ക്രെഡിറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ എന്താണ്, സപ്പോസ് ഞാനൊരു കച്ചവടം ABC കമ്പനി, I am the owner of a business unit ABC company. I can find out the necessary cash from different sources. Suppose I raised a loan from a bank. ഞാനൊരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് 50,000 രൂപ. അപ്പോൾ ആ 50,000 രൂപ SBIയിൽ നിന്നാണ് ലോൺ എടുത്തത്. അപ്പോൾ ആ SBIക്ക് എൻ്റെ കമ്പനിയുടെ മുകളിൽ ഒരു 50,000 എന്ന് പറയുന്ന ഒരു ക്ലെയിം ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഓണറാണ്, ഞാനൊരു 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഈ ബിസിനസ്സിന് അല്ലെങ്കിൽ എനിക്ക്, ഈവൻ ദോ ഐ എം ദ ഓണർ, ഞാൻ അതിൻ്റെ ഓണറാണ്, എന്നിരുന്നാലും എനിക്കെന്താണ്, ഈ കമ്പനിയുടെ മുകളിൽ ക്യാപിറ്റൽ എന്ന പേരിൽ ഒരു 1,00,000 രൂപയുടെ ക്ലെയിം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ക്ലെയിംസ് എഗെയിൻസ്റ്റ് എ ബിസിനസ് ആർ നോൺ ആസ് ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് മേ ബി സബ്ഡിവൈഡഡ് ഇൻടു 2 types. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് സ്ക്രീനിൽ പറഞ്ഞ കാര്യം തന്നെയാണിത്. ഇക്വിറ്റീസ് മേ ബി സബ്ഡിവൈഡഡ് ഇൻടു 2 types. ഇക്വിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ദ ക്ലെയിംസ് ഓഫ് ദ ഔട്ട്സൈഡേഴ്സ്, ദ ക്ലെയിംസ് ഓഫ് ദ ഔട്ട്സൈഡേഴ്സ്, ദാറ്റ് ഈസ് ഡെബ്റ്റ്സ്. ഒന്നാമത്തത് എന്താണ്? ക്ലെയിംസ് ഓഫ് ദ ഔട്ട്സൈഡേഴ്സ് ആണ്. ഔട്ട്സൈഡേഴ്സിൻ്റെ ക്ലെയിം, ദാറ്റ് ഈസ് ഡെബ്റ്റ്സ് ഓഫ് ദ ബിസിനസ്, ദാറ്റ് ഈസ് ലയബിലിറ്റി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, കേട്ടില്ലേ? ആദ്യം പറഞ്ഞത് തന്നെയാണ്, എഗെയിൻ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട്. അപ്പോൾ ഇക്വിറ്റീസ് മേ ബി സബ്ഡിവൈഡഡ് ഇൻടു 2 types. ദ ഫസ്റ്റ് വൺ ഈസ് റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ട് കാണാം, ദ ക്ലെയിംസ് ഓഫ് ദ ഔട്ട്സൈഡേഴ്സ്, ദാറ്റ് ഈസ് ഡെബ്റ്റ് ഓഫ് ദ ബിസിനസ്, ദാറ്റ് ഈസ് ലയബിലിറ്റി. Or it is also known as creditors equity, creditors claim. ഇതിനെ വിളിക്കുന്ന പേര്, ലയബിലിറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ക്രെഡിറ്റേഴ്സ് ക്ലെയിം അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് കൂടെ അറിയപ്പെടും. ആൻഡ് ദ ക്ലെയിംസ് ഓഫ് ദ ഓണേഴ്സ്, ദ സെക്കൻഡ് റെഡിൽ ലൈൻ ചെയ്തിട്ട് കാണാം, ആൻഡ് ദ ക്ലെയിംസ് ഓഫ് ദ ഓണേഴ്സ്. ഇത് ഇക്വിറ്റിയുടെ 2 ടൈപ്പാണ്. ഇക്വിറ്റിയുടെ ഒന്നാമത്തെ ടൈപ്പ് ഇക്വിറ്റി ക്ലെയിംസ് ഓഫ് ദ ഔട്ട്സൈഡേഴ്സ്, അതായത് ലയബിലിറ്റി. രണ്ടാമത്തത് ക്ലെയിംസ് ഓഫ് ദ ഓണേഴ്സ്, മുതലാളിമാരുടെ ക്ലെയിം, ഇത് ബിസിനസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഓണേഴ്സിൻ്റെ ക്ലെയിം, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന്, ഓർ ഓണേഴ്സ് ഇക്വിറ്റി എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നത് ഒന്നുകൂടെ പറയുകയാണ്. ദസ് അസറ്റ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അതുകൊണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അസറ്റിനെ നമുക്ക് എന്ത് പറയാം? ദ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. നേരത്തെ സ്ക്രീനിൽ പറഞ്ഞത് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി, ഇതാ ഇവിടെ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി, ഇത് ഓണേഴ്സ് ഇക്വിറ്റി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി, ദാറ്റ് ഈസ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇത് പഠിക്കുകയാണ്, കേട്ടില്ലേ മക്കളെ? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന ഇക്വേഷൻ ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് നോക്കുക. 10 ആണ് അസറ്റ് എന്ന് വിചാരിക്കുക. 10 ഈക്വൽ ടു 6 + 4, ലയബിലിറ്റീസ് 6ഉം 4 ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. 10 ഈക്വൽ ടു 6 + 4 എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ആ ഇക്വേഷൻ നിങ്ങൾ റീറൈറ്റ് ചെയ്ത് നോക്കുക. ദ അബവ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ്, ഈ ഇക്വേഷനെ തന്നെ തിരിച്ചു മറിച്ചു വിടുകയാണ് ഇന്ന്. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഗിവ്സ് ക്യാപിറ്റൽ. അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് കുറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഈക്വൽ ടു ലയബിലിറ്റീസ്. അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി കിട്ടും. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഗിവ്സ് 0. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഗിവ്സ് 0. അപ്പോൾ ഈ ഇക്വേഷൻ, ഈ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടത് മാത്രമാണ് ഈ കാണുന്ന 3 ഇക്വേഷൻസും. അതുകൂടെ പഠിക്കുക. അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും, അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറച്ചാൽ നമുക്ക് ലയബിലിറ്റി കിട്ടും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ക്ലിയർ?
ഇനി അസറ്റിൽ നിന്നും ലയബിലിറ്റീസും ക്യാപിറ്റലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 10 = 6 + 4 എന്നതാണ് ഇക്വേഷൻ എങ്കിൽ എന്താണ് 10 - 6 - 4 = 0. ഒരു ഡൗട്ടില്ലാത്ത കാര്യം. ഒരു പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കുക, എന്നിട്ട് അങ്ങ് പഠിക്കുക. ഓക്കെ. The accounting equation is often called balance sheet equation. Accounting equation is സാധാരണഗതിയിൽ it is also known as balance sheet equation as it shows the fundamental relationship among the components of balance sheet. Accounting equation വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? It is also known as balance sheet equation. Accounting equation is also known as balance sheet equation as it shows the fundamental components of balance sheet. നിങ്ങൾ അവസാനത്തെ പാഠത്തിലൊക്കെ പഠിക്കും ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. ബാലൻസ് ഷീറ്റിന് 2 സൈഡാണുള്ളത്. ഒന്നാമത്തത് അസറ്റ് സൈഡും രണ്ടാമത്തത് ലയബിലിറ്റീസ് സൈഡുമാണ്. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡുമാണ്. ഈ ലയബിലിറ്റി സൈഡിനകത്ത് ഫിക്സഡ് ലയബിലിറ്റി എന്നും കറണ്ട് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപിറ്റലും അതർ ലയബിലിറ്റീസൊക്കെ ഇൻക്ലൂഡിങ്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ലയബിലിറ്റീസിന് 3 കോമ്പണൻറ്റുകളാണുള്ളത്. ബാലൻസ് ഷീറ്റിന് 3 കോമ്പണൻറ്റുകളാണുള്ളത്. ഒന്നാമത്തത് അസറ്റ് ആണ്, രണ്ടാമത്തത് ലയബിലിറ്റി ആണ്, മൂന്നാമത്തത് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ 3 കോമ്പണൻറ്റുകൾ ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഈ 3 കോമ്പണൻറ്റുകളും മാത്രമാണ് ബാലൻസ് ഷീറ്റ്, അതായത് അക്കൗണ്ടിങ് ഇക്വേഷനകത്തും അടങ്ങിയിരിക്കുന്നത്. Accounting equation consists of the fundamental components, the basic components of a balance sheet. So it is also known as balance sheet equation. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം. അതിൻ്റെ കാരണം ഇതാണ്. അക്കൗണ്ടിങ് ഇക്വേഷനകത്ത് അടങ്ങിയിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ കോമ്പണൻറ്റുകളായതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് കൂടെ അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? The accounting equation is often called as balance sheet equation as it shows the fundamental relationship among the components of balance sheet. This equation set the foundation of double entry accounting and highlights the structure of the balance sheet. This equation set the foundation of double entry accounting. ഈ അക്കൗണ്ടിങ് ഇക്വേഷനാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കണം എന്നതാണ് ഡ്യുവൽ ആസ്പെക്റ്റ്. അപ്പം ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്? അക്കൗണ്ടിങ് ഇക്വേഷനാണ്. ആൻഡ് ഹൈലൈറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ സ്ട്രക്ചർ ഓഫ് ദ ബാലൻസ് ഷീറ്റ്. കൂടാതെ എന്തുകൂടെ ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇതിന് എന്തായിട്ട് അറിയപ്പെടുന്നു? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും കൂടെ അറിയപ്പെടുന്നു. The relationship between assets, liabilities and capital as mentioned above in the form of accounting equation remains unchanged. It has been a mathematical truth. No business transaction can break the relationship between these items. എന്താ പറഞ്ഞത്? The relationship between asset, liabilities and capital as mentioned above in the form of accounting equation remains unchanged irrespective of any business transaction. ഒരു ബിസിനസ്സിനകത്ത് എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഈ സംഭവം ഓൾവേസ് അസറ്റ് വിൽ ബി ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിനകത്ത് എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഇക്വേഷൻ മാറില്ല. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എപ്പോഴും ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കും. ഇറ്റ് ഹാസ് ബീൻ എ മാത്തമാറ്റിക്കൽ ട്രൂത്ത്. ഇത് ഒരു മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ട്രൂത്താണ്. നോ ബിസിനസ് ട്രാൻസാക്ഷൻ ക്യാൻ ബ്രേക്ക് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഐറ്റംസ്. ഒരു ബിസിനസ് ട്രാൻസാക്ഷനും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യം, ചെറുതെന്ന് പറഞ്ഞാൽ പോരാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താ പറഞ്ഞ? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ പറയുന്നത്? അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്, ദാറ്റ് ഈസ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ടൊരു 5-6 തവണ ഈ ക്ലാസ് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.